ഇത് കണ്ടോ, ഇത് ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു പോസ്റ്റാണ്. ഇന്ത്യയിൽ ഗ്രാജുവേഷൻ വരെ ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ആദ്യത്തെ സ്റ്റേറ്റാണ് കേരളം എന്നാണ് ഇതിൽ പറയുന്നത്. ഇതിന് താഴെ വന്ന് കിടക്കുന്ന കമൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഫുൾ പോസിറ്റീവ് കമൻറ്റ്സ് ആണ്. ദാറ്റ്സ് ദ റീസൺ നോ വൺ ഈസ് ഇൻ കേരള ഈസ് ഈറ്റിംഗ് കൗ ഡങ്. തീ ചിഹ്നങ്ങളാണ് കൂടുതൽ. ഏത് പാർട്ടിയാണ് കേരളം ഭരിക്കുന്നതെന്ന് ഏതോ ഒരു നോർത്ത് ഇന്ത്യക്കാരൻ ചോദിച്ചിരിക്കുകയാണ്. പിന്നെ ഇംപ്ലിമെൻറ്റ് ആൾ ഓവർ ഇന്ത്യ, പ്ലീസ് മേക്കേഴ്സ് ഓഫ് കേരള സ്റ്റോറി ആഡ് ദിസ് ഇൻ യുവർ പ്രൊപ്പഗാൻഡ ഫിലിം. അങ്ങനെ കൂടുതലും മലയാളികളാണ് പോസിറ്റീവ് കമൻറ്റ്സ് അയച്ചേക്കുന്നത്. കേരളക്കാരനെന്ന നിലയിൽ അഭിമാനിക്കുന്നതെന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞേക്കുന്നത് കമൻറ്റ്സ് മുഴുവൻ. ഇനി യൂട്യൂബിലെ ഒരു വോട്ട് സർവേ നോക്കാം. ഇതിൽ ചോദിക്കുന്നത് 5 വർഷത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭരണത്തിന് എത്ര മാർക്ക് ജനങ്ങൾ ഇടുന്നുവെന്നാണ്. ഇതിൽ 66% പേരും മോശം അഭിപ്രായമാണ് പറയുന്നത്. ഇതെന്തോന്ന് അന്യൻ പടോ? മലയാളികൾക്ക് ഒരിടത്ത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഫോട്ടോ ഇല്ലാതെ ന്യൂസ് വരുന്നിടത്ത് ഞാൻ കേരളക്കാരൻ എന്നതിൽ അഭിമാനിക്കുന്നു. മറ്റൊരിടത്ത് പുള്ളിക്കാരൻ്റെ ഫോട്ടോ കാണിച്ചാൽ നെഗറ്റീവ് കമൻറ്റ്സ്. ഒരു രാജ്യത്തിനായാലും ഒരു സംസ്ഥാനത്തിനായാലും അവിടുത്തെ ജനങ്ങളുടെ സമഗ്ര പുരോഗതിക്കും സമാധാനപരമായ ജീവിതത്തിനും അടിത്തറയാകുന്നത് വിദ്യാഭ്യാസവും ആരോഗ്യ പരിപാലനവും അടിസ്ഥാന സൗകര്യങ്ങളുമാണ്. മികച്ച വിദ്യാഭ്യാസ സംവിധാനവും കാര്യക്ഷമമായ സ്കൂളുകളും ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണവും ആശുപത്രികളും രോഗനിയന്ത്രണ സംവിധാനങ്ങളും ശുദ്ധവും സുരക്ഷിതവുമായ കുടിവെള്ളവും സുസ്ഥിരമായ റോഡുകളും സ്ഥിരമായ വൈദ്യുതിയും ഇവയൊക്കെയാണ് ഒരു സമൂഹത്തിൻ്റെ യഥാർത്ഥ ശക്തിയും സമൃദ്ധിയും നിർണ്ണയിക്കുന്നത്. അവസാനമായി വന്ന 2024-25 എഡ്യൂക്കേഷൻ വേൾഡ് ഇന്ത്യ സ്കൂൾ റാങ്കിങ്ങിൽ കേരളത്തിലെ 5 പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആൾ ഇന്ത്യ 10 റാങ്കിങ്ങിൽ ഇടം നേടി എന്നത് സംസ്ഥാന വിദ്യാഭ്യാസ രംഗത്ത് അഭിമാനകരമായ നേട്ടമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് എന്ന ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 12 വർഷത്തിനിടെ ഏകദേശം 93,000 സ്കൂളുകളാണ് BJP സർക്കാർ രാജ്യത്ത് അടച്ചുപൂട്ടിയത്. എന്നാൽ കേരളത്തിൽ സാഹചര്യം അതിൽ നിന്ന് വ്യത്യസ്തവും ശ്രദ്ധേയവുമാണ്. കേരളത്തിൽ സ്കൂളുകൾ അടച്ചുപൂട്ടിയിട്ടില്ല. എന്നതിലുപരി വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ ജനകീയമാക്കുന്ന ചരിത്രപരമായ ഒരു നീക്കമാണ് സംസ്ഥാന സർക്കാർ കൈകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഗ്രാജുവേഷൻ വരെയുള്ള വിദ്യാഭ്യാസം പൂർണ്ണമായും സൗജന്യമാക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. ഇതോടെ സർക്കാർ കോളേജുകളിലും സർക്കാർ എയ്ഡഡ് കോളേജുകളിലും ഉൾപ്പെടുന്ന ആർട്സ് ആൻഡ് സയൻസ് കോഴ്സുകൾ BA, BSc ഉൾപ്പെടെ ഇനി വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക ഭാരം കൂടാതെ സൗജന്യമായി പഠിക്കാൻ സാധിക്കും. ഈ നടപടി സാമൂഹ്യ നീതിയുടെയും സമത്വത്തിൻ്റെയും പാതയിൽ കേരളം മുന്നേറുന്നു എന്നതിൻ്റെ തെളിവാണ്. ഭാവി തലമുറയുടെ വളർച്ചയും സമൂഹത്തിൻ്റെ പുരോഗതിയും ശക്തമായ അടിത്തറവാകുന്ന ഈ തീരുമാനം വിദ്യാഭ്യാസ പ്രബന്ധതയുടെ ഉജ്ജ്വല ഉദാഹരണമായി ചരിത്രം രേഖപ്പെടുത്തും. ഇപ്പോൾ നാം കാണുന്ന കേരളത്തിലെ സൗജന്യ വിദ്യാഭ്യാസ സംവിധാനം പെട്ടെന്ന് പൊട്ടിമുളച്ച ഒന്നല്ല. ദീർഘകാല സാമൂഹിക പരിഷ്കാരങ്ങളുടെ ഫലമായി അത് രൂപം കൊണ്ടതാണ്. 1957 സഖാവ് EMS നമ്പൂതിരിപ്പാട് ആദ്യമായി കേരള എഡ്യൂക്കേഷൻ ബിൽ അവതരിപ്പിച്ചു. വിദ്യാഭ്യാസ മേഖലയെ ഏകീകരിക്കുകയും സർക്കാർ നിയന്ത്രണം ശക്തിപ്പെടുത്തുകയും അധ്യാപകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നതിൽ ആ നിയമനിർമ്മാണ ശ്രമം നിർണായകമായി. ആ കാലഘട്ടം മുതൽ സർക്കാർ സ്കൂളുകളിൽ ട്യൂഷൻ ഫീസ് ഇല്ലാതെ വിദ്യാഭ്യാസം ലഭ്യമാകുന്ന ഒരു ശക്തമായ പൊതുവിദ്യാഭ്യാസ പാരമ്പര്യം കേരളത്തിൽ ഉറച്ചു പതിഞ്ഞു. തുടർന്ന് 1960 മുതൽ 1980 വരെയുള്ള കാലഘട്ടത്തിൽ SSLC വരെ സൗജന്യ വിദ്യാഭ്യാസം പ്രാബല്യത്തിൽ വന്നു. വിദ്യാഭ്യാസം ഒരു പ്രത്യേക വർഗത്തിൻ്റെയോ സമ്പന്നരുടെയോ ആധിപത്യമല്ല, സമൂഹത്തിലെ ഓരോ കുട്ടികളുടെയും അവകാശമാണെന്ന ബോധം ഈ ഘട്ടത്തിൽ കൂടുതൽ ഉറപ്പിച്ചു. 1990 സഖാവ് EK നായനാരുടെ നേതൃത്വത്തിൽ +2 ഹയർ സെക്കൻഡറി ഫ്രീ എഡ്യൂക്കേഷൻ സംവിധാനം നിലവിൽ വന്നു. ഗ്രാമപ്രദേശത്തിലേക്കും വിദ്യാഭ്യാസാവകാശം വ്യാപിക്കാനുള്ള ശ്രമങ്ങൾ വിദ്യാഭ്യാസ രംഗത്തെ വളർച്ചയ്ക്ക് വലിയ പിന്തുണയായി. 2000 മുമ്പുള്ള കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് EMS നമ്പൂതിരിപ്പാടിൻ്റെയും EK നായനാറിൻ്റെയും ഭരണകാലങ്ങളിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഗുണപരമായും വ്യാപകമായും വളർന്നു എന്നത് ചരിത്ര സത്യമാണ്. വിദ്യാഭ്യാസം സാമൂഹിക പുരോഗതിയുടെ അടിത്തറയാണെന്ന ആശയം നയപരമായ തീരുമാനങ്ങളിലൂടെ അവർ ശക്തിപ്പെടുത്തി. ഈ ഒരൊറ്റ ഗ്രാഫ് മാത്രം നോക്കിയാൽ മനസ്സിലാവും മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ സാക്ഷരത എങ്ങനെ അതിനെ വ്യത്യസ്തമാക്കുന്നുവെന്ന്. 1957 കേരള എഡ്യൂക്കേഷൻ ബിൽ പ്രഖ്യാപിക്കപ്പെട്ട സമയത്ത് കേരളത്തിൻ്റെ സാക്ഷരതാ നിരക്ക് വെറും 47% 1951 മുതൽ 1957 വരെ ആ നിരക്കിൽ കാര്യമായ മാറ്റമുണ്ടായിരുന്നില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 2016 LDF സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ സാമ്പത്തികമായി പിന്നോക്ക വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നടപ്പാക്കി. ഇതിലൂടെ ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്കുള്ള പ്രവേശനം കൂടുതൽ ഉൾക്കൊള്ളുന്നതും സമത്വപരവുമാക്കി. നിലവിൽ 2026 സാഹചര്യത്തിൽ കേരളത്തിൽ ക്ലാസ് 1 മുതൽ +2 വരെ ട്യൂഷൻ ഫീസ് ഇല്ല. സൗജന്യ പാഠപുസ്തകങ്ങൾ, സൗജന്യ യൂണിഫോം, മിഡ് ഡേ മീൽസ് പദ്ധതി, SC ST OBC വിഭാഗങ്ങൾക്കും സാമ്പത്തികമായി പിന്നോക്ക വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പുകൾ, ഇവയൊക്കെയും ചേർന്ന് വിദ്യാഭ്യാസം ഒരു അവകാശമാണെന്നും അത് സമൂഹത്തിൻ്റെ സമഗ്ര വികസനത്തിനുള്ള അടിസ്ഥാനമാണെന്നും തെളിയിക്കുന്നു. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പാരമ്പര്യം സാമൂഹിക നീതിയുടെയും സമത്വത്തിൻ്റെയും പുരോഗമന ചിന്താഗതിയുടെയും പ്രതിഫലനമാണ്. ഇനി നമുക്ക് 10-12 വർഷം മുമ്പത്തെ UDF സർക്കാരിന്റെ സ്കൂളുകളുടെ അവസ്ഥ നോക്കാം. സർക്കാർ സ്കൂൾ എങ്ങനെയൊക്കെ ആകരുതെന്ന് മനസ്സിലാക്കാൻ ചവറ കൊറ്റൻകുളങ്ങര സ്കൂളിൽ എത്തിയാൽ മതി. 2011 മുതൽ 2016 വരെയുള്ള UDF സർക്കാർ ഭരണകാലത്ത് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം നടന്നുവെങ്കിലും അത് സംസ്ഥാനം ഒട്ടാകെ വ്യാപിച്ച വലിയ ദൗത്യത്തിന്റെ ഭാവത്തിലായിരുന്നില്ല. നിരവധി സർക്കാർ വിദ്യാലയങ്ങൾ പഴക്കമേറിയ കെട്ടിടങ്ങളിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ സൗകര്യം പരിമിതമായിരുന്നു. കുടിക്കാനൊന്നും വെള്ളമില്ല, പിന്നെ ക്ലാസ് മൊത്തം വെള്ളമാണ്. ഞങ്ങൾ പിന്നെ ഇവിടെ 2 സ്ട്രൈക്ക് നടത്തി PTA പ്രസിഡന്റ് എല്ലാം പറഞ്ഞു. സാറ് പറഞ്ഞു വേണമെങ്കിൽ പഠിച്ചാൽ മതിയെന്ന് PTA പ്രസിഡന്റ്.
വ്യാപകമായ മോഡേണൈസേഷൻ തരംഗം സംസ്ഥാനത്തുണ്ടായിരുന്നില്ല. ഒരുപാട് സ്കൂളുകളിൽ ആധുനിക ശുചിത്വ സൗകര്യങ്ങളും ടോയ്ലറ്റുകളും പര്യാപ്തമായിരുന്നു. മാറ്റങ്ങൾ ഉണ്ടായെങ്കിലും അവ ഘട്ടം ഘട്ടമായി വളരെ പതിയെ മുന്നേറുന്നതായിരുന്നു. സമഗ്രമായൊരു വിപ്ലവകരമായ പരിവർത്തനമായ രൂപം കൊണ്ടില്ല. സർക്കാർ സ്കൂളുകളിൽ ഭൂരിഭാഗവും പ്രവർത്തിക്കുന്നത് ശുചിത്വമില്ലാതെയെന്ന് ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തി. ഈ 2013 വാർത്തയിൽ പറയുന്നതനുസരിച്ച് ആ കാലഘട്ടത്തിൽ നിരവധി സ്കൂളുകളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ടോയ്ലറ്റ് ഒരുക്കാത്തതായി പരിശോധനയിൽ കണ്ടെത്തി എന്നാണ്. പല സർക്കാർ സ്കൂളുകളിലും ചെള്ള് കലർന്ന അരിയും പഴകിയ പച്ചക്കറികളും ഉപയോഗിച്ചാണ് ഉച്ചഭക്ഷണം തയ്യാറാക്കിയിരുന്നത്. പാചകപ്പുരകളിൽ ശുചിത്വമില്ലാത്ത അവസ്ഥ നിലനിന്നിരുന്നു. വാട്ടർ ടാങ്കുകൾ ശുചീകരിച്ചിരുന്നില്ല. ടോയ്ലറ്റ് യാതൊരു വൃത്തിയുമില്ലാത്ത നിലയിലായിരുന്നു. നഗരപരിധിയിലുള്ള ചില സ്കൂളുകളിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ ഒരേ ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ട അവസ്ഥയും കണ്ടെത്തി. ഓണപരീക്ഷയ്ക്ക് പോലും കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ കിട്ടാത്ത അവസ്ഥയായിരുന്നു കേരളത്തിൽ. പാഠപുസ്തകങ്ങളുടെ വിതരണത്തിൽ ഇന്ത്യയിൽ തന്നെ കേരളം ഏറ്റവും പിന്നിലായി. 2013-2014 DIAC റിപ്പോർട്ട് പ്രകാരം 70.72% സ്കൂളുകളിലേക്കും പാഠപുസ്തകങ്ങൾ എത്തിയില്ല. ഇതൊക്കെ ന്യൂ ഇന്ത്യ എക്സ്പ്രസ് പത്രത്തിൽ പ്രസിദ്ധീകരിച്ച വാർത്തകളാണ്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുൾ റബ്ബ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെയും പ്രിൻറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെയും കുറ്റപ്പെടുത്തി. ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിച്ചതായും റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഇത്തരം പ്രശ്നങ്ങൾ നിലനിന്നുകൊണ്ടിരിക്കുമ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ ചിരിച്ചുകൊണ്ട് കൈവീശി നിൽക്കുന്ന മന്ത്രിമാരെയാണ് ജനങ്ങൾ കണ്ടിരുന്നത്. ഇതായിരുന്നു UDF ഭരണകാലത്തെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ അവസ്ഥ. ഇനി 2016 അടച്ചുപൂട്ടാനിരുന്ന സ്കൂളുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കാം. ഇങ്ങനെ ഇരുന്ന ക്ലാസ് റൂമുകളിൽ നിന്ന് ഇപ്പം കേരളയുടെ സ്കൂളുകളിൽ ന്യൂ ഹൈടെക് ക്ലാസ് റൂമുകളായി. ചോർന്നൊലിക്കുന്ന കാട് പിടിച്ച സ്കൂൾ കെട്ടിടങ്ങളിൽ നിന്നും പാമ്പും ഇഴജന്തുക്കളും ഉണ്ടായിരുന്ന സ്കൂൾ ബ്ലോക്കുകളിൽ നിന്നും മൾട്ടി സ്റ്റോറി അക്കാഡമിക് ബ്ലോക്സും ആൻഡ് സെവറൽ ഗവൺമെൻറ് സ്കൂൾസ് അപ്ഗ്രേഡഡ് ടു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് മോഡൽ സ്കൂൾസ്. ഡിജിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെ ശക്തമായി. അതുപോലെ തന്നെ ലൈബ്രറി ഫെസിലിറ്റീസും. മോഡേൺ സയൻസ് ലാബുകൾ ആദ്യമായി കേരള സർക്കാർ സ്കൂളുകളിലുണ്ടായി. 2021 കേരള പ്ലാനിംഗ് ബോർഡ് റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്ത് ഏകദേശം 13,980 സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കിയിരുന്നു. 2016 വരെ ഉണ്ടായിരുന്ന മോശം ടോയ്ലറ്റുകളിന് പകരമായി മോഡേൺ ടോയ്ലറ്റുകൾ നിലവിൽ വന്നു. സ്കൂളുകളിൽ ശുദ്ധമായ കുടിവെള്ളം സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക്സ് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ആദ്യ സംസ്ഥാനമായി മാറി കേരളം. അംഗനവാടിയിൽ എന്തോ വേണ്ടേ? പിന്നെ കേരളത്തിലെ മിഡ് ഡേ മീൽസ് പദ്ധതി നാഷണൽ ലെവൽ മീഡിയ അറ്റൻഷനിൽ എത്തിയത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. എഗ് ബിരിയാണി, പുലാവ്, മിൽക്ക് ആൻഡ് എഗ്സ് 3 days a week. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ 2011 മുതൽ 2016 വരെ ഉണ്ടായിരുന്ന UDF ഉമ്മൻചാണ്ടി സർക്കാരിന് കേന്ദ്രത്തിലും കോൺഗ്രസ് ഭരണമായിരുന്നു എന്നതാണ്. അതിനായി കേരളത്തിനായി എന്തും സാധിച്ചെടുക്കാൻ അന്നത്തെ സാഹചര്യത്തിൽ കൂടുതൽ എളുപ്പമായിരുന്നു. ഇപ്പോൾ ഭരിക്കുന്ന LDF കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് കഴിഞ്ഞ 10 വർഷത്തിനിടെ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച പിന്തുണ എന്തായിരുന്നു എന്ന് അറിയാൻ ഓരോ വർഷവും വരുന്ന കേന്ദ്ര ബഡ്ജറ്റുകളും പ്രളയകാലത്തും കോവിഡ് സമയത്തും കേന്ദ്രം കാണിച്ച അനീതിയും വയനാട് ദുരന്തബാധിതർക്ക് 1 രൂപ പോലും അനുവദിക്കാത്ത കാര്യം മാത്രം പരിശോധിച്ചാൽ മതി. നെല്ല് സംഭരണ, വിദ്യാഭ്യാസം, ജലജീവൻ മിഷൻ, ആരോഗ്യദൗത്യം, ക്ഷേമ പെൻഷൻ, UGC ആനുകൂല്യങ്ങൾ, പോഷൻ അഭിയാൻ, ഫിഷറീസ് വികസനം, ഭക്ഷ്യസുരക്ഷ എന്നിവയിലെല്ലാം കൂടി ചേർത്ത് ആകെ മോദി ഗവൺമെൻറ് കേരളത്തിന് തരാനുള്ള കുടിശ്ശിക എത്രയെന്ന് വെച്ചാൽ 5,781 കോടി രൂപയാണ്. ഇത്രയൊക്കെ ചെയ്തിട്ട് യവന്മാർ കേരള വന്നിട്ട് പറയുന്നത് കേട്ടോ. ഇനി യവന്മാരുടെ നാട്ടിലെ വികസനം നോക്കാം. നമുക്ക് പൂർണ്ണ വികസിറ്റ് നോക്കാം. ഇത് ഈ അടുത്ത കാലത്ത് മധ്യപ്രദേശിലെ ഒരു സ്കൂളിൽ നടന്ന സംഭവമാണ്. കുട്ടികൾക്ക് പഠിക്കാനുള്ള പാഠപുസ്തകങ്ങളെല്ലാം കയറി അതിലാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. കുട്ടികൾക്ക് തറയിലും മണ്ണിലും വെച്ചാണ് ഭക്ഷണം നൽകുന്നത്. അതും ചെളിയൊക്കെ പിടിച്ച് വൃത്തിഹീനമായി കിടക്കുന്ന പരിസരത്തിൽ വെച്ച്. ഇവിടെ അധ്യാപകരില്ല നോക്കാൻ, ഹെഡ് മാസ്റ്റർ ഇല്ല, ഉത്തരവാദിത്വം അവരെടുക്കാൻ ആരുമില്ല. ഇതിനാരെങ്കിലും ഉത്തരവാദിത്വം വഹിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഇന്ത്യയിൽ ഡെയിലി എത്ര കുട്ടികളാണ് കാണാതാവുന്നത്? ഇന്ത്യയിൽ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ട് ഈ കുട്ടികൾ കാണാതെ പോകുന്നതിന്? ഇത് കഴിഞ്ഞ 23 വർഷമായിട്ട് BJP ഭരിക്കുന്ന മധ്യപ്രദേശാണ്. ഇതാണ് വികസനം. ഈ വികസനം നമുക്ക് വേണ്ട. മുഴുവൻ ചെളിയും അഴുക്കും നിറഞ്ഞ അവസ്ഥയിലാണ് കാണുന്നത്. ഇത് ഒരു ദിവസത്തെ കാഴ്ചയല്ല, ഇതൊരു ഒറ്റപ്പെട്ട കാഴ്ചയുമല്ല ഈ നോർത്ത് ഇന്ത്യൻ സ്കൂളുകളിലും സ്ഥലങ്ങളിലും ഒക്കെ കാണുന്നത്. ഇത് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരുത്തം വന്ന് ചോദിക്കണുണ്ട് ഇത് എന്തിനാണ് വീഡിയോ എടുക്കുന്നതെന്ന്. ഇനി BJP 2005 മുതൽ ഭരിക്കുന്ന ബീഹാറിന്റെ അവസ്ഥ നോക്കാം. मीनाक्षी कितना दिक्कत होता है जो भवन नहीं है तुम पेड़ के नीचे पढ़ती है. बहुत दिक्कत होता है. ആ കുട്ടികൾ പഠിക്കുന്ന സാഹചര്യം നോക്ക്. തറയിൽ വെയിലത്തിരുന്നാണ് പഠിക്കുന്നത്. क्या कहना चाहोगी सरकार से? बिल्डिंग बना दे. ഈ കുട്ടി വളരെ നിസ്സഹായതയോടെയും നിഷ്കളങ്കമായും അവിടുത്തെ സർക്കാരിനോട് പറയുകയാണ് സ്കൂൾ ബിൽഡിംഗ് ഉണ്ടാക്കുമെന്ന്. മഴ പെയ്താലും വെയിൽ വന്നു കഴിഞ്ഞാലും പഠിക്കാൻ പറ്റുന്നില്ല എന്നാണ്. കുട്ടികൾ വെയിലത്തിരുന്നാണ് പഠിക്കുന്നത്. വെയിലും മഴയും വന്നു കഴിഞ്ഞാൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും തണലിന് വേണ്ടി. ബിൽഡിംഗ് ബനാ ദേ,
स्कूल बना दे। दोस्तों മഴ വന്നു കഴിഞ്ഞാൽ കിലോമീറ്ററോളം ദൂരമുള്ള വീട്ടിൽ പോയിട്ട് തിരിച്ചു വരണം പഠിക്കാൻ വേണ്ടിയിട്ട്. कितना तकलीफ का बात है हमारी बिहार की बेटी. എന്താണല്ലേ അവിടത്തേക്ക് അവസ്ഥ. ഇനി യോഗി ആദിത്യനാഥിൻ്റെ ഡബിൾ എഞ്ചിൻ സർക്കാരുള്ള ഉത്തർപ്രദേശ് നോക്കാം. അവിടുത്തെ സ്കൂളിൽ ഒരമ്മച്ചി പബ്ലിക്കായിട്ട് പാലിൽ വെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പാവം കുട്ടികൾക്ക്. എന്ത് വൃത്തിയും ശുചിത്വവും ഇല്ലാത്ത സ്ഥലത്താണ് ആ പാലും ആ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതൊക്കെ വെച്ചേക്കുന്നത് നോക്കിയാണ്. ഇനി അവിടുത്തെ കുട്ടികൾ എങ്ങനെയാണ് ഈ സ്കൂളിലോട്ട് പോകുന്നതെന്ന് നോക്കാം. ഇനി ആ കുട്ടികളുടെ ആ കൈ വല്ലതും വിട്ട് ആ പിഞ്ച് കൈ വല്ലതും വിട്ടുപോയി കഴിഞ്ഞാൽ ആ തല പൊട്ടി ആ കൊച്ചുങ്ങൾ മരിക്കേണ്ടി വരും. ആ അവസ്ഥയിലാണ് ഇവർ സഞ്ചരിച്ച് പോകാനുള്ളത് സ്കൂളിലോട്ട്. കുട്ടികളുടെ സേഫ്റ്റിക്കൊക്കെ എന്ത് വിലയാണ് അവർ കൊടുക്കുന്നതെന്ന് ആലോചിക്കണം. ഇത് ഏതെങ്കിലും ഒരു സ്കൂളിലെ ഒറ്റപ്പെട്ട അവസ്ഥയല്ല. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ ഒട്ടുമിക്ക സ്കൂളുകളിലും ഇതേ അവസ്ഥയാണ്. പല സ്ഥലങ്ങളിലും മാധ്യമപ്രവർത്തകർക്ക് ക്യാമറയുമായി പോകാൻ പോലും സാധിക്കാത്ത സാഹചര്യമുണ്ട്. ചെയ്യുന്നത് നല്ലതാണെങ്കിൽ വീഡിയോ എടുക്കുന്നതിൽ എന്താണ് പ്രശ്നം? അവസാന ബഡ്ജറ്റിൽ 1.39 ലക്ഷം കോടി, മൊത്തം 11 ലക്ഷം കോടി രൂപയാണ് BJP സർക്കാർ അവസാനത്തെ 11 വർഷത്തിൽ ഈ എഡ്യൂക്കേഷന് വേണ്ടി മാത്രം ചിലവാക്കിയിരിക്കുന്നത്. എഡ്യൂക്കേഷന് വേണ്ടി മാത്രം. കേന്ദ്രത്തിൻ്റെ പിന്തുണ ഇല്ലാതെ കേരള സർക്കാർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കൈവരിച്ച നേട്ടം നമ്മൾ ആൾറെഡി കണ്ടതാണ്. കേരള സർ 100% ലിറ്ററസി സർ. ഇന്ത്യയിലൊരു സംസ്ഥാനം നമ്പർ 1 ആവണമെങ്കിൽ അതിന് അഴിമതി ഫസ്റ്റ് ഇല്ലാതിരിക്കണം. കേരളം നമ്പർ 1 ആയത് അഴിമതി ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. അതിപ്പോൾ ഇത് കേൾക്കുമ്പം കുറേ പേര് ചിരിക്കുന്നുണ്ടായിരിക്കും. അത് ഇഗ്നോറൻസ് ആണ്, അറിവില്ലായ്മയാണ്. അത് പറയാൻ കാരണം നമുക്ക് ആ പഴയ കമൻറ്റിലോട്ട് പോകാം. സഖാവ് വി ശിവൻകുട്ടിയുടെ ആ വോട്ട് സർവേയും കമൻറ്റിലോട്ടും പോകാം. അതിൽ വന്ന ഒരു കമൻറ്റാണ്, ഇവനൊക്കെ കൈയിട്ട് വാരാനല്ലാതെ വേറെ എന്തെങ്കിലും അറിയാമോ എന്ന്. സ്വർണ്ണം കട്ട കള്ളൻ. ബേസ്ഡ് ഓൺ ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ ഇന്ത്യ റിപ്പോർട്ട്സ്, ഇന്ത്യ കറപ്ഷൻ സർവേ റിപ്പോർട്ട്സ് ആൻഡ് വേരിയസ് ഗവൺമെൻറ് NGO റിപ്പോർട്ട്സ്, ഇതിലെല്ലാം ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനം കേരളയാണ് അതിലെ നമ്പർ 1. ഇതൊക്കെ ഓരോ സിറ്റിസൻസിൻ്റെയും റൈറ്റ്സ് ആണ്. സർക്കാർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും സാധാരണക്കാരെ അറിയാൻ വേണ്ടി വെച്ചേക്കുന്നത്. ഈ റിപ്പോർട്ടുകളൊക്കെ നിയമപ്രകാരം കേന്ദ്ര ഗവൺമെൻറ്റിന് പുറത്തു വിട്ടാലേ പറ്റുള്ളൂ. പിന്നെ ശബരിമല വിഷയത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അടുത്ത 2ാമത്തെ വീഡിയോയിൽ പറയുന്നതാണ്. ഇത് മുഴുവൻ ഫാക്ട്സ് ആണ്, ഒറിജിനൽ ഡേറ്റാസും രേഖകളുമാണ്. ഇതിൽ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പ്രതികരിക്കാവുന്നതാണ്. കണക്കുകൾ പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇൻ്റർനാഷണൽ റിപ്പോർട്ടുകളും സെൻട്രൽ ഗവൺമെൻറ് NGO റിപ്പോർട്ടുകളും സർവേകളും. അല്ലാതെ വല്ല മാധ്യമങ്ങളും പത്രങ്ങളും പൈസയും വാങ്ങിച്ചിട്ട് പറയുന്ന നുണകളും വല്ല വിവരമില്ലാത്തവനും കമൻറ്റ് ബോക്സിൽ വന്നിടുന്ന കമൻസും ഒന്നുമല്ല നമ്മൾ നോക്കേണ്ടത്. ഈ കമൻസ് അയക്കുന്ന IT സെല്ലിനെ പറ്റി അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഈ ഭരണം മാറിയാൽ ചിലപ്പോൾ നമുക്ക് ഒരിക്കലും ഈ നല്ല കേരളത്തെ തിരിച്ചു കിട്ടിയെന്നില്ല. കാരണം രാഹുൽ ഗാന്ധി നല്ലൊരു നേതാവാണെന്ന് വെച്ചിട്ട് UDFന് കയറി വോട്ട് ചെയ്യരുത്. കാരണം BJP ജയിക്കാൻ സാധ്യതയുള്ളിടത്ത് UDFകാരെല്ലാം BJPക്ക് കുത്തും. UDF ജയിക്കാൻ സാധ്യതയുള്ളിടത്ത് BJPക്കാരെല്ലാം UDFന് കുത്തും. ഇതാണ് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടന്നത്. രാഹുൽ ഗാന്ധി എപ്പോഴും ചീത്ത വിളിക്കാറുള്ള സവർഗറിൻ്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ആളാരാണെന്ന് നോക്ക്, നമ്മൾ VD സതീശൻ. തൃശ്ശൂർ മറ്റത്തൂർ പഞ്ചായത്ത് ഇലക്ഷന് ശേഷം 8 UDFകാരാണ് BJPയിലോട്ട് ചേർന്നത്. അവിടെ UDFന് വേണ്ടി വോട്ട് ചെയ്ത ജനങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതുപോലെ സമാനമായ സംഭവം കാസർഗോഡും കോട്ടയത്തും വയനാട്ടിലും നടന്നിട്ടുണ്ട്. നന്മ എന്താണെന്ന് മനസ്സിലാക്കണം. സാധാരണക്കാരായ മനുഷ്യർക്കും ദരിദ്രർക്കും കൈതാങ്ങായി നിൽക്കുന്നവരെ വിജയിപ്പിച്ച് അധികാരത്തിലെത്തിക്കണം. മനുഷ്യസ്നേഹം ഉള്ളവർക്ക് എല്ലായ്പ്പോഴും വലിയ പുഞ്ചിരിയോ കപട സ്നേഹ പ്രകടനങ്ങളോ കാണിക്കണമെന്നില്ല. അവർ സൈലൻ്റായി പൊതുസേവനം ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.